താനൂർ വെറുമൊരു തീരദേശ ഗ്രാമം മാത്രമല്ല, കേരളത്തിനേക്കാൾ പഴക്കമുള്ള കഥകൾ പറയാനുണ്ട് താനൂരിന്. വൈദേശികർ ഇന്ത്യയിലേക്ക് എത്തിത്തുടങ്ങുന്ന കാലം, നാട്ടുരാജ്യമായിരുന്ന വെട്ടത്തുനാടിൻ്റെ പ്രധാന തുറമുഖമായിരുന്നു താനൂർ. കടൽ കടന്ന് കച്ചവടത്തിനായി എത്തിയ വൈദേശികരെ ഇരു കൈയും നീട്ടി താനൂർ സ്വീകരിച്ചു. ഒപ്പം സാമൂതിരിയുടെ പ്രതാപത്തിന് മുന്നിൽ തല കുനിക്കാത്ത വെട്ടത്തുനാടിൻ്റെ അടയാളമായും താനൂർ നിലകൊണ്ടു. ഐക്യ കേരളം രൂപീകൃതമാകുന്നതിന് മുൻപ് വാണിജ്യത്തിൻ്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും ബാലപാഠങ്ങൾ താനൂരിലെ ജനത പോർച്ചുഗീസുകാർ ഉൾപ്പെടെയുള്ള വിദേശ വ്യാപാരികളിൽ നിന്ന് പഠിച്ചെടുത്തു. ഇന്ന് ആ കച്ചവട തന്ത്രങ്ങളും ധനവിനിയോഗവും സാമ്പത്തിക ശീലവുമെല്ലാം തലമുറകൾ കൈമാറി കിട്ടിയ അറിവ് പോലെ താനൂരിൻ്റെ ജീവിത ഭാഗമായി മാറി. മഹിളാ പ്രധാൻ ക്ഷേത്രീയ ബജറ്റ് യോജന എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 1972 സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ താനൂർ ബ്ലോക്കിൽ ഒരു 38 ഏജന്റുമാരാണ് ഉള്ളത്. ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ വീടുകളിൽ ചെന്ന് വീട്ടമ്മമാരുടെ അടുത്തൊന്നും അല്ലെങ്കിൽ സ്വയം തൊഴിൽ നടത്തുന്ന ആളുകളുടെ അടുത്തൊന്നും ഒരു ചെറിയ തുക സമാഹരിച്ച് അത് അതാത് ദിവസം തന്നെ പോസ്റ്റ് ഓഫീസുകളിൽ എത്തിക്കുക എന്നതാണ്. പ്രധാനമായിട്ട് ഇതിൽ സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുടുംബ ബജറ്റ് താളം തെറ്റുമ്പോൾ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ അതുപോലെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അവർക്ക് ഈ ഒരു തുക കൊണ്ട് എന്തെങ്കിലും അവരുടെ വീടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് ആഴ്ചകളിൽ അല്ലെങ്കിൽ ദിവസേന എന്ന പോലെ നമ്മുടെ ഏജന്റുമാര് വീടുകളിൽ ചെന്ന് ഒരു ചെറിയ തുക അവരുടെ സമ്പാദ്യമായിട്ട് സമാഹരിച്ച് അത് പോസ്റ്റ് ഓഫീസുകളിൽ ആവർത്തന നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷ കാലാവധിക്കുള്ളിലുള്ള ഒരു ആവർത്തന നിക്ഷേപമായിട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. 1982 ഡിസംബറിലാണ് ഞാൻ ഏജൻസി എടുത്തത്. ഇപ്പോൾ 44 വർഷം പൂർത്തിയായി. ഞാൻ 1992 ഏജൻസി എടുത്തത്. ഇപ്പോൾ 33 വർഷമായി. ഞാൻ 1992 മാർച്ച് മാസത്തിലാണ് മഹിളാ പ്രധാൻ ഏജന്റായി ഈ ജോലിയിൽ കയറിയത്. ഞാൻ 1980 സെപ്റ്റംബർ 23 ഏജൻസി എടുത്തതാണ്. 46 വർഷമാവും ഈ സെപ്റ്റംബറിൽ. 85 ഏജൻസി എടുത്തത്. 2001 മാർച്ചിൽ. എനിക്ക് ഏജൻസി എടുത്തത് 1992 മാർച്ച്. ഞാൻ 1996 ജൂണിലാണ് ഏജൻസി എടുത്തത്. ഞാൻ 1996 ജൂണിലാണ് ഏജൻസി എടുത്തത്. 2000 മാർച്ച് മാസത്തിലാണ് ഏജൻസി എടുത്തത്. 25 വർഷം കഴിഞ്ഞു. ഞാൻ 1996 ജൂണിൽ കൽപ്പഞ്ചേരി പോസ്റ്റ് ഓഫീസിൽ ജോലി നേടി. 1996 ജൂണിലാണ് ഏജൻസി എടുത്തത്. ഞാൻ 2003 ജൂലൈയിലാണ് ഏജൻസി എടുത്തത്. ഞാൻ 95 ഏജൻസി എടുത്തത്. ഇപ്പോൾ 31 വർഷമായി. പിന്നെ 95 ഏജൻസി എടുത്തു. ഇപ്പോൾ 31 വർഷമായി. 97 തുടങ്ങിയതാണ്. 30 വർഷമായി ഏജൻസി എടുത്തിട്ട്. ഞാൻ 2000 ഏജൻസി എടുത്തതാണ്. ഞാൻ 2000 മെയ് മാസത്തിലാണ് ഏജൻസി എടുത്തത്. ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. 2001 മാർച്ച് മാസത്തിലാണ് ഏജൻസി എടുത്തത്. ഞാൻ 2000 നവംബറിലാണ് ഏജൻസി എടുത്തത്. അന്ന് ഹസ്ബൻഡ് ഗൾഫിലൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു കുടുംബം അവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ഘട്ടമായിരുന്നു അന്നത്തെ സമയത്താണ് ഞാൻ ഈ ഏജൻസി എടുത്തത്. അന്ന് കാര്യമായ വരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിനും കാര്യമായിട്ടുള്ള ജോലിയൊന്നും ആയിരുന്നില്ല. ഒരു ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് നിൽക്കായിരുന്നു. ആ സമയത്ത് ഞാൻ അംഗൻവാടിയിൽ വർക്ക് ചെയ്തിരുന്നു. 125 രൂപയാണ് അംഗൻവാടി കയറുന്ന സമയത്ത് ഉണ്ടായിരുന്ന വരുമാനം. നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ജോലിയിൽ തുടരാൻ പറ്റിയിരുന്നില്ല. ഒരു മാനസിക അസ്വസ്ഥയും കാരണം ജോലി റിസൈൻ ചെയ്ത് പോരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയായപ്പോൾ നമുക്ക് 2 കുട്ടികളുമായി. കുട്ടികളെ വളർത്താൻ ഒരു ജോലി വേണമെന്നുള്ള നിർബന്ധമായി. അങ്ങനെയാണ് ഞാൻ ഏജൻസി എടുക്കാൻ കാരണം. SSLC പാസ്സായി. പിന്നെ +2 കഴിഞ്ഞു. പിന്നെ ജോലിയൊന്നും ഇല്ല. അന്ന് ആർക്കും അറിയില്ലല്ലോ, അന്നത്തെ കാലം പോലെയല്ലോ അന്ന്. അപ്പോൾ ഈ ജോലി കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തിൽ ഈ ജോലി ചെയ്തു. എല്ലാ കാര്യങ്ങളും
അവർക്കൊരാശ്രയം ഇന്നും ആശ്രയം ഈ ജോലി തന്നെയാണ് എല്ലാവർക്കും, മക്കൾക്കായാലും ഹസ്ബൻഡിനായാലും. എല്ലാ പുരോഗമനവും ഉണ്ട്, വീടായി എല്ലാ സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഇതിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ കുട്ടികളൊക്കെ ചെറുതായ കാരണം അംഗൻവാടിത്തെ ജോലി ഉപേക്ഷിച്ചു. പക്ഷേ ഇതിലെനിക്ക് മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാനും അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് എൻ്റെ കുടുംബത്തിന് നല്ലൊരു താങ്ങും തണലുമായി നിൽക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്തിരുന്നു. അന്നത്തെ കാലത്ത് വീഡിയോ പറയുമായിരുന്നു, ഞങ്ങൾ 4 പെൺകുട്ടികളുണ്ട്, ഒന്നെങ്കിലും രക്ഷപ്പെടുത്തേ, ഒരാൾക്കെങ്കിലും ഏജൻസി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛന് പേടിയായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള ഈ പൈസയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ വരുമെന്നൊക്കെ ഉള്ള. അങ്ങനെയായിട്ട് സാറ് നിർബന്ധിച്ചിട്ടാണ് എനിക്ക് ഏജൻസി വന്നത്. അത് കാരണം എനിക്കെല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി, മക്കളെയൊക്കെ നന്നായി പഠിപ്പിക്കാൻ പറ്റി, അവർക്കൊക്കെ നല്ല ജോലികളായി വീട് വെക്കാൻ പറ്റി. ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ടൊക്കെ മാറുന്നപ്പോൾ ഈ ജോലിയുടെ ഒരു എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങളെന്തായാലും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ജോലിയിലും ജീവിതത്തിലും ഒക്കെ നിൽക്കുന്നത്. ഇപ്പോഴേക്ക് 77 വയസ്സായി. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അലവൻസിൻ്റെ 70 വയസ്സ് കഴിഞ്ഞപ്പോൾ ശമ്പളമൊന്നുമില്ല, കമ്മീഷന് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഈ ജോലി ഇങ്ങനെ ഉള്ളതുകൊണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഈ ജോലി ഉണ്ടായതുകൊണ്ട്. എനിക്ക് കുഞ്ഞുങ്ങളില്ല, പക്ഷേ എന്നാലും എൻ്റെ ഏട്ടൻ്റെ 2 മക്കളെ ഞാനാണ് വളർത്തിയത്. അവരച്ഛൻ 38 വയസ്സിൽ മരിച്ചപ്പോൾ. അപ്പോൾ എനിക്ക് അതേയൊന്നും ആവശ്യം, അവരെ വളർത്തേണ്ട ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങളെല്ലാം ഏറ്റവും ചെറിയ തട്ടം തന്നെയാണ് നമ്മൾ ജീവിച്ചു വന്നത്. അതിൽ നിന്നിപ്പോൾ വലിയ ഇതില്ലെങ്കിലും നമ്മൾ നല്ല ഒരിടത്തരായിട്ട് നമുക്ക് ജീവിച്ചു പോകാൻ ഈ ഏജൻസി കൊണ്ടാണ്. അതിലിടയിൽ നമ്മൾ എന്തെടുക്കുന്നുണ്ടെങ്കിലും ഏജൻസിയുടെ മെയിൻ കാരണം. അത് നമ്മളെ വിഷമങ്ങളായിട്ട് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവിടെ പല ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ കാണുകയും അപ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് പൈസനേക്കാളും ഒതുങ്ങി എനിക്ക് നല്ലൊരു ജീവിക്കാനുള്ളൊരു ധൈര്യം തന്നു. അങ്ങനെ ഞാൻ പിന്നെ ജീവിതത്തിൽ മക്കളൊക്കെ പഠിച്ചു, അവരൊക്കെ നല്ല നിലയിലെത്തി. ഇപ്പം ഞാൻ സ്വസ്ഥമായി ജീവിക്കുന്നു. ആകെ ഈ ഏജൻസി കൊണ്ടാണ് ജീവിതം മുഴുവൻ ഈ നിലയിലെത്തിയത്. ൽ തുടങ്ങിയ മഹിളാ പ്രധാൻ ഏജൻസി എന്ന പദ്ധതി ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഒരുപാട് പടവുകൾ കയറി ഉന്നതങ്ങളിൽ നിൽക്കുകയാണ്. നിക്ഷേപങ്ങൾക്ക് പുറമെ ശുചിത്വ മിഷനുമായി ചേർന്ന് ഹരിതഭവനം സമ്പാദ്യഭവനം എന്ന ആശയം ജനങ്ങളിൽ എത്തിക്കുവാനും ബോധവൽക്കരണം നടത്തുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ജോലിയുടെ ഭാഗമായി മാസം തോറും അവലോകന യോഗം നടത്താറുണ്ട്. കൂടാതെ ഓണാഘോഷ പരിപാടികളും വിനോദയാത്രകളും ഞങ്ങളുടെ പ്രവർത്തനത്തിന് പ്രോത്സാഹനമേകുന്നു. സ്ത്രീ ശാക്തീകരണം, അതായത് വളരെ മുമ്പേ തന്നെ സർക്കാർ നമ്മുടെ കുടുംബശ്രീ മറ്റ് പദ്ധതികൾക്കൊക്കെ മുമ്പേ തന്നെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകയും അവരുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന രീതിയിൽ സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്. ചെറിയ തുകകൾ മുതൽ എത്ര അധികം തുക വേണമെങ്കിലും അവർക്ക് നിക്ഷേപമായിട്ട് പോസ്റ്റ് ഓഫീസുകളിൽ നൽകാവുന്നതാണ്. 5 വർഷത്തെ ഒരു ആവർത്തന നിക്ഷേപമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് ദിവസേന എന്ന പോലെ നമ്മുടെ ഏജന്റുമാർ വീട്ടമ്മമാരെടുത്തുനിന്ന് സമാഹരിച്ച് അതാത് ദിവസം തന്നെ പോസ്റ്റ് ഓഫീസുകളിൽ അടയ്ക്കുകയും 5 വർഷത്തെ കാലപരിധിക്ക് ശേഷം ഒരു വലിയ തുകയായി ഇത് അവർക്ക് തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. ഈ ജോലി ചെയ്യുന്നത് മൂലം
ഏജന്റുമാരുടെ കേവല ദാരിദ്ര്യം അല്ലെങ്കിൽ അവരുടെ ഒരു ശാക്തീകരണം എന്ന നിലയിൽ അവർക്കും തുല്യമായ ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ അവർ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു 4% കമ്മീഷൻ എന്ന രീതിയിൽ അവർക്കും ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ള 38 ഏജന്റുമാരും വളരെ ആത്മാർത്ഥമായി ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പിന്നെ നമ്മുടെ സഹോദരിമാർ എല്ലാവരും നമ്മളെ ഈ ജോലി നമ്മളെ അന്നം ആണ് എന്നുള്ള ചിന്തയോട് കൂടി മാത്രം എല്ലാ കാര്യങ്ങളിലും നമ്മൾ സത്യസന്ധത പുലർത്തി മുന്നോട്ട് പോയാൽ ഇനി എത്രയോ കളക്ഷൻ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥതയും ഒരു കൃത്യനിഷ്ഠയും ആണ് നമ്മളെ ഈ ജോലിയുടെ വിജയരഹസ്യം. നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരു ജോലി മറ്റു ജോലികൾക്ക് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന MPKBY ഏജന്റുമാരുടെ ജില്ലാതല സംഗമം മലപ്പുറത്ത് വെച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 38ഓളം ഏജന്റുമാരാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. വളരെ സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ചു വരുന്ന ഇവരുടെ ജില്ലാതല സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.